സോഷ്യൽ മീഡിയയിൽ ലൈംഗികാതിക്രമം എന്ന പേരിൽ വാർത്ത പ്രചരിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയത്. ഏകമകന്റെ വേർപാടിൽ നിന്നും ഇതുവരെ മുക്തരായിട്ടില്ല ദീപകിന്റെ മാതാപിതാക്കൾ. ദീപക് മാത്രമായിരുന്നു കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം. സോഷ്യൽ മീഡിയയിൽ റീച്ചുണ്ടാക്കാനുള്ള ഷിംജിതയുടെ ഇരയായിരുന്നു തങ്ങളുടെ മകൻ. അമ്മ വേദനയോടെ പറഞ്ഞതിങ്ങനെ: ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറൊക്കെ പറഞ്ഞു ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്താ അതൊക്കെ പറയണെന്ന്. ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം തന്നെ ആ പെണ്ണ് ഇതാക്കണ്ടേ? ഈ പെണ്ണ് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ചേച്ചി. എനിക്ക് ഞാനുമില്ല, എൻ്റെ ഒരു പൊന്ന് പൈതൽ, എൻ്റെ വാവ, ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ കുട്ടി. എൻ്റെ എല്ലാ കാര്യത്തിനും എൻ്റെ മോനാണ്. എന്തിനും എന്നെ കൊണ്ടുപോകാനും വരാനും വേറെ ആരും എനിക്കില്ല. എൻ്റെ കുട്ടി എനിക്ക് സഹിക്കാൻ കഴിയില്ല. അത് എനിക്ക് സഹിക്കാനേ കഴിയില്ല. ഏകമകന്റെ മരണവാർത്ത അറിഞ്ഞതു മുതൽ കണ്ണീര് തോരാതെ പിടയുന്ന 2 പേരുണ്ട് ആ വീട്ടിൽ. ഈ സംഗതി വേറൊരു വ്യക്തിക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാളെ അനുഭവിച്ചു. ഇനി വേറൊരു അച്ഛനമ്മ ഈ സംഗതി ഉണ്ടാവാൻ പാടില്ല. ഓനെ അറിയണ ആൾക്കാർക്ക് കരയാണ്, പറയാൻ കഴിയില്ല, വാക്ക് കിട്ടില്ല അവർക്ക്. ദീപക് എന്ന 42-കാരനെ കുറിച്ച് ആ നാട്ടുകാർക്ക് പറയാനുള്ളതെല്ലാം നല്ലത് മാത്രം. ദീപകിന്റെ പേരിൽ മുൻപ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടുമില്ല. പിന്നെന്താണ് സംഭവിച്ചത്? ഇതിനുത്തരം തരേണ്ടത് പിടിയിലായ ഷിംജിത മുസ്തഫയാണ്. തനിക്ക് ലൈംഗികാതിക്രമം നേരിട്ടു എന്ന് ആവർത്തിക്കുകയാണ് ഷിംജിത മുസ്തഫ. പക്ഷെ അപ്പോഴും എങ്ങനെ, ഏത് രീതിയിലെന്ന് വെളിപ്പെടുത്താൻ ഷിംജിതയ്ക്ക് കഴിഞ്ഞിട്ടില്ല, കഴിയാനും സാധ്യതയില്ല. എന്തുകൊണ്ട് സംഭവം നടന്ന ദിവസം പോലീസിൽ പരാതി നൽകിയില്ല? ബസ്സിലെ ജീവനക്കാരെ വിവരം അറിയിച്ചില്ല? എഡിറ്റ് ചെയ്ത വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ഈ ചോദ്യങ്ങളെല്ലാം അന്വേഷണ സംഘം ചോദിക്കേണ്ടത് ഷിംജിതയോടാണ്. കേസിൽ IT ആക്ട് പോലും ഉൾപ്പെടുത്താതെ ഷിംജിതയെ സംരക്ഷിക്കാനുള്ള നീക്കം മെഡിക്കൽ കോളേജ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ജനം, കോഴിക്കോട്.